നോമ്പിൽ വരുന്ന തെറ്റുകളെയൊക്കെ പണ്ഡിതന്മാർ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ മാസത്തിൻ്റെ മഹത്വം മനസ്സിലില്ലാതിരിക്കുക. എന്നിട്ട് എല്ലാ മാസത്തെ പോലെ തന്നെ എല്ലാ പരിപാടി, ഇത് റമളാൻ മാസമാണെന്നുള്ള ഓർമ്മ, ഒന്ന് മുസാഫ് കയ്യിലെടുക്കണ്ടേ, പള്ളിക്ക് പോകണ്ടേ എന്ന ബോധമില്ലാതെ ജീവിക്കാം. അതേപോലെ തന്നെ ആസ്വാദനമില്ലാത്ത നോമ്പ്, ഒരു കടമക്ക് ഇങ്ങനെ നോൽക്കുക, ആ നോമ്പിലൊരു സന്തോഷമോ ആഹ്ലാദമോ കണ്ടെത്താതിരിക്കാം. പിന്നെ നോമ്പിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാതെ നോൽക്കുക. നോമ്പിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് അറിയാതെ നോൽക്കുമ്പോൾ നോമ്പിൽ ധാരാളം തെറ്റുകൾ വരും. മാത്രമല്ല, നോമ്പിൽ ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിക്കും, മറ്റു വേണ്ടാത്തരങ്ങളൊന്നും നിർത്തൂല. മല്ലമെത കൗലസൂർ, ചീത്ത വാക്കും ചീത്ത പ്രവൃത്തിയും ഒരാൾ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഫലൈസലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് ആവശ്യമില്ല ഫി അൻ യതഅഅമഹു വശറാബഹു, ഇനി എന്തിനാ അവൻ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതും. അതുകൊണ്ട് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാതെയുള്ള നോമ്പിൽ അപാകതകളുണ്ട് സുഹൃത്തുക്കളെ. അതേപോലെ തന്നെ ചില ആൾക്കാർ ഉമിനീരിറക്കാൻ പേടി, ഒന്ന് മുങ്ങിക്കുളിക്കാൻ പേടി, അതിനൊന്നും ആവശ്യമില്ല.